ക്യാരക്ടർ വ്യക്തിഹത്യ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് മരണഭയത്തെ കുറിച്ച് പറഞ്ഞല്ലോ. മരണഭയം മാത്രമല്ല, വ്യക്തിഹത്യയും നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും വ്യക്തിഹത്യ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തിഹത്യയിൽ എന്താ ഒരു വ്യക്തി സംഭവിക്കുന്നത്? ഒരാളെ ഭയാനകമായിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്താൽ എന്ത് സംഭവിക്കുക? അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, അല്ലെ? ആത്മഹത്യ ചെയ്തു പോകും, ആത്മഹത്യ ചെയ്തു പോകും. ആ, എല്ലാരും ജനിക്കും. എല്ലാരും, കാരണം ഇത് ശരീരം എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സ് മാത്രമാണ്. പ്രഭു പോയിട്ട് വീട്ടിൽ പോയിട്ട് ഈ ഷർട്ട് ഊരിയിട്ടാൽ പ്രഭു ഇല്ലാതാവോ? സോ വേറെ ഷർട്ട് എടുത്തിട്ടുണ്ടല്ലോ. അതേപോലെയുള്ളൂ നമ്മുടെ ഈ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഷർട്ട് പോലെയാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ പ്രഭുവിന് വേറൊരു ബോഡി കിട്ടും. അപ്പൊ വ്യക്തിഹത്യയും എന്തുകൊണ്ടാണ്, നമ്മൾ എന്തുകൊണ്ടാണ് വ്യക്തിഹത്യ ആഹ് അതും മരണഭയം തന്നെയാണ്. എന്നെ ഇല്ലാതാക്കുക, എന്റെ ക്യാരക്ടറിനെ ഇല്ലാതാക്കുക, എന്നെ വിഷമിപ്പിക്കുക, എന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുക, അത് ഒരു തരത്തിലും മരണഭയം തന്നെയാണ്. മരണഭയമാണ് എല്ലാ ഭയത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ പ്രഭു ഇപ്പൊ ജോലി ചെയ്യുന്നു, എനിക്ക് ജോലി കിട്ടില്ല, എനിക്ക് ഭക്ഷണം കിട്ടില്ല, എന്ത് സംഭവിക്കും, എനിക്ക് മരിച്ചു പോകുന്നു, ഞാൻ എന്റെ കുടുംബത്തില് എനിക്ക് പണമൊന്നുമില്ല, പ്രസ്റ്റീജ് ഒന്നുമില്ല, എല്ലാവരും എന്നെ ഇതാക്കും, അപ്പൊ ആരുടെയും ബഹുമാനം കിട്ടാതെ ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ മരിച്ചു പോകും. എല്ലാം ആ മരണഭയത്തിൽ നിന്നാണ് വന്നു ചേരുന്നത്, ഓരോരോ ഭയം. അതാണ് എല്ലാ ഇതും വന്നത്. നമ്മൾ ആ ഒരു പോയിന്റ്, അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ചര തഥാ ദേഹാന്തര പ്രാപ്തി വീരസ്തത്രന മുഖ്യതി. ഓരോ ശരീരം എടുക്കുന്നത്, മാറ്റുന്നതും ഒക്കെ നമ്മുടെ ഡ്രസ്സ് മാറ്റുന്ന പോലെയാണ്. ഒരു ധീരൻ അതില് ഒരിക്കലും ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ആത്മാവാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഒതുക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ ഉത്കണ്ഠ നമുക്ക് പോകും. നമ്മുടെ എല്ലാം മുഖം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രം ഉത്കണ്ഠയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, അതാണ് നമ്മുടെ മുഖത്ത് ഇത്രയും ഒരു വലിഞ്ഞു മുറുകിയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ എപ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഇതാണ്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു സ്ഥലത്തേക്ക്, ഒരു ജോലി സ്ഥലത്തേക്ക് പോകാൻ നമുക്കൊരു ഭയം ഉണ്ടാവും, അല്ലെ? എന്താണ് അവിടെ സംഭവിക്കുക? അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് പോവാണ്, അവിടെ വെള്ളം ശരിയായിരിക്കുമോ, അവിടെ വൃത്തിയായ അയൽക്കാരൊക്കെ നല്ലതായിരിക്കുമോ, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഉൾക്കൊണ്ടു വരുന്നത്. കാരണം ഈ ചേഞ്ച് നമുക്ക് ആ, പറ്റുന്നില്ല. ഈ ചേഞ്ച്, നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ ഭയം നമ്മളെ അത് ഭയം, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും എന്നുള്ളത്. ഈ ഇത് തന്നെയാണ് മരണത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും നാൾ ഞാൻ ഇത്രയും ആൾക്കാരുടെ കൂടെ ജീവിച്ചു, അവരുമായിട്ടെല്ലാം ബന്ധം സ്ഥാപിച്ചു. ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് എന്റെ കൂടെയുള്ളത്? എന്റെ കൂടെയുള്ളവരെല്ലാം ഇവിടെയല്ലേ? അവരൊക്കെ എന്തായി തീരും? ഈ ഒരു ഭയം, ഇതാണ് നമ്മളെ നിരന്തരം ഭയം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്ത് സംഭവിക്കും? അത് നമ്മൾ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ശാശ്വതരായ ജീവജാലങ്ങളാണ്. ഇവിടെ ഇല്ലെങ്കിൽ ഈ ബസ്സിൽ പോയാൽ കുറച്ച് ആൾക്കാരെ കിട്ടും. നമ്മള് കോഴിക്കോട്ടേക്ക് പോവാന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം വരെ ഒരു ബസ്സിൽ പോയി, അവിടെ ആ ബസ്സിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ എറണാകുളത്ത് ഇറങ്ങി വേറൊരു ബസ്സിൽ കയറി കോഴിക്കോട്ടേക്ക് പോവാണ്. അവിടെ ആ ബസ്സിലും വേറെ കുറെ ആൾക്കാർ. എറണാകുളത്ത് നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരുമായിട്ട് ബന്ധമില്ലാതെ വരുന്നുണ്ട്. അവിടെ അടുത്ത ഇതേപോലെ ഈ ജനന മരണ ചക്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ജനന മരണ ചക്രങ്ങളും ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ശാശ്വതമായിട്ട് നമുക്കൊരു സന്തോഷം കിട്ടില്ല. കാരണം ശരീരമാണ് തെറ്റിദ്ധരിച്ച് നമ്മൾ ഓരോരോ ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ശാശ്വതമായിട്ടുള്ള ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞത്. ഈ ഒരു ക്ലാസിന്റെ ഒരു ബോധത്തിലെങ്കിലും നമ്മൾ എല്ലാവരും, ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ആ മരണഭയത്തോടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ ഭയം അത് ഇല്ലാതാവുക തന്നെ വേണം. ശാശ്വത അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആത്മീയത ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും നാള് ചെയ്തു, ഞാൻ കുറെ നാൾ ജപിച്ചു, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് ജപിക്കാൻ പറ്റില്ല, പിന്നെ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. നമ്മൾ അടുത്ത ജന്മത്തിൽ വീണ്ടും ജപിക്കാനായിട്ട് നമ്മൾ പോകും. ഇത് ജസ്റ്റ് ഒരു ബോഡി ചേഞ്ച് മാത്രമാണ്.
ശരീരത്തിന്റെ ഒരു ചേഞ്ച് മാത്രമാണ്. അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്നും ഞാൻ ഇത് ഈ ജന്മത്തിൽ മാത്രം ചെയ്യേണ്ട പ്രവൃത്തിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കത് ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രായമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാവും. ഞാനൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് 70 വയസ്സായി, ഞാൻ വീടിന്റെ മേൽക്കൂരയായിട്ടില്ല, എനിക്ക് ഇപ്പൊ നമ്മൾ തളർന്നു. പക്ഷെ എന്റെ ഭരണശേഷം എനിക്ക് ആ വീട് വെക്കാമെന്ന് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അത് ഇത് കഴിഞ്ഞ് ഞാൻ തന്നെ ആ വീടും എന്റെ മേൽക്കൂരയും വെച്ചുകൊണ്ടിരിക്കും. അതേപോലെ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആത്മീയപരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ശരീരശേഷവും അത് നമുക്ക് തുടരാനായിട്ട് സാധിക്കും. ഈ ഭയം ഒഴിവാവണം. ഭയം ഒഴിവായാലേ നമുക്ക് സന്തോഷത്തോടെ ഭക്തിയുടെ സേവനത്തിലേക്ക് മുന്നേറ്റ് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഭൗതിക ലോകം തന്നെ നമ്മളെ പിടിച്ചു വെച്ചേക്കും. ആത്മീയ നമുക്ക് പുരോഗമിക്കാനുള്ള തടസ്സങ്ങളായി. നീ ഭക്തിയിൽ പോയി കഴിഞ്ഞാൽ നിന്റെ ഇതെന്ത് സംഭവിക്കും, നിനക്ക് ഫുഡ് ആര് തരും, ഇത് തരും എന്നൊക്കെ നമുക്ക് ഭയം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ഇത് ഇത് ഓട്ടോമാറ്റിക്കലി ഭൗതികമായ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടന്നോളും. പക്ഷെ ആത്മീയ കാര്യത്തിൽ നമ്മൾ ഒരു എൻഡവർ എടുക്കുക തന്നെ ചെയ്യും. കാരണം നമുക്ക് ഇവിടുന്ന് പുറത്തു പോകണം, നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകണം, തിരിച്ച് നമ്മുടെ ധാമത്തിലേക്ക് പോകണം, നമ്മുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോകണം. ഈ ശാശ്വതമായ മരമാണ് സ്വന്തം വീട്. പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ താഴെ, തൃഷ്ണ കൊണ്ടാണ് താഴേക്ക് വന്നേക്കുന്നത്, കാമം കൊണ്ടാണ് നിഴലിലേക്ക് വന്നേക്കുന്നത്. തിരിച്ച് മരത്തിലേക്ക് കയറണം, ഒറിജിനൽ മരത്തിലേക്ക് കയറണം. ഇതിനാണ് ഈ എല്ലാ ഗ്രന്ഥങ്ങളും, ഭഗവത്ഗീത ആകട്ടെ, ഭാഗവതം ആകട്ടെ, ബൈബിൾ ആകട്ടെ, ഖുർആൻ ആകട്ടെ, എല്ലാം നമുക്ക് പറഞ്ഞിരുന്നത് ഈശ്വരന്റെ ശാശ്വതമായ ലോകത്തിലേക്ക് പോകാനാണ്. ഈ ഭയം നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറുക തന്നെ ചെയ്യും. ഇന്ന് ഈ പറയുന്ന എനിക്കും മാറിയതുകൊണ്ടാണ് പറയുന്നതെന്നല്ല അർത്ഥം. പക്ഷെ ഭഗവത്ഗീതയുടെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇതിൽ ഗ്രസിച്ച് കിടക്കുകയാണ്, ഈ ഇതിൽ കിടക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊന്ന് മോചനം നേടിയേ പറ്റും. ഇതിലെ നമുക്ക് എന്ത് കാര്യം, ഇപ്പം ഭൗതികമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താലും ആത്മീയ കാര്യമായാലും ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ, വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ശാശ്വതമാണ്, ശാശ്വതമായുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് നമ്മൾ ഉറപ്പ് വേണം. ആ ഒരു ഹൃദയത്തിൽ ഒരു കൺവിക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ ബ്രോ. ആക്ച്വലി ഇതേപോലത്തെ കേൾക്കാമോ? ഈ മരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും നല്ല ടോപ്പിക്സ് ആണ്. കാരണം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന റിയാലിറ്റിയാണ്. അതിനെ അവഗണിച്ചിട്ട് നമ്മൾ എന്തെല്ലാം സംസാരിച്ചാലും അതൊന്നും അതൊക്കെ ജസ്റ്റ് ഉപരിപ്ലവമായിട്ട് നിൽക്കത്തേ ഉള്ളൂ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ഇത് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മൾ ഇതിനെ റിയലി ഫേസ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ആരെയും നിരുത്സാഹപ്പെടുത്താനോ ഭയപ്പെടുത്താനോ ഉള്ള ക്ലാസ്സുകളല്ല. അത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസ്. ഇൻകേസ് നമുക്ക് ഇപ്പൊ നമ്മളൊരു ബസ് ഇടിക്കാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും, ചിലപ്പോൾ കരയും, വിഷമിക്കും. അത് നാച്ചുറൽ ആണ്. നമ്മുടെ ഈ അസ്തിത്വത്തിൽ നിന്ന് മാറുമ്പോൾ അത് അങ്ങനെ മാറാൻ ധൈര്യമായിട്ട് ബസ് വരുമ്പോൾ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൈക്കോളജിക്കലി മാറണം. ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ശൂന്യതയിലേക്ക് എന്ത് ചെയ്യും എന്നുള്ള ആ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. എങ്കിലേ നമുക്ക് ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ശാശ്വതമായ ഒരു സത്യത്തിലേക്ക് വന്നാലേ നമുക്കിത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കുറെ നാൾ ചെയ്യും, കുറച്ച് നാൾ നമുക്ക് ഒരുപാട് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വിഷമാവും. ഓ, എനിക്ക് അന്ന് ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്ത് സംഭവിക്കും.
ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടയർഡാവും. ടയർഡാകുമ്പോൾ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ടയർഡ്നെസ് മാറും, അടുത്ത ശരീരം വരുമ്പോൾ നമുക്ക് വീണ്ടും യോഗ ചെയ്യാൻ പറ്റും. പക്ഷെ ആ മാനസികമായിട്ടുള്ള ഈശ്വരാബോധം അല്ലെങ്കിൽ ഈശ്വരനെ ഭജിക്കണം എന്നുള്ള ഇത് നമ്മൾ കളയാൻ പറ്റും. അല്ലാതെ ഈ എക്സ്റ്റേണൽ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങള്, വാർദ്ധക്യം, രോഗം, ഇതൊന്നും നമ്മുടെ ഈശ്വരാബോധത്തിന് തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. അത് നമ്മൾ ഉറപ്പിക്കണം. ഇതിൽ നിന്ന് ഈ ഒരു ക്ലാസ്സിൽ നിന്നെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം. ക്വസ്റ്റ്യൻ ഉണ്ടോ? വായിച്ചു. Kindly write the question. മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്ത് ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. ചാറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇടയ്ക്ക് കുറച്ച് ഡിസ്ട്രപ്ഷൻ വന്നുകൊണ്ട് കുറച്ച് ലേറ്റായി. എന്താണെന്ന് ചോദിക്കും. ഹരേ കൃഷ്ണ പ്രഭു. സുനിൽ പ്രഭുവിന് എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രഭു. ശ്രീമദ് ഭഗവത്ഗീത കീ ജയ്, ശീല പ്രഭുപാദ് കീ ജയ്. ഇന്ന് നമുക്ക് പ്രസാദം തന്നിരിക്കുന്ന ജീന മാതാജിയാണ്. മാജി ഏകാദശി ദിവസത്തിന് നമുക്ക് ഈ പ്രസാദം നൽകി. മാജിയുടെയും കുടുംബത്തിന്റെയും ആത്മീയ പുരോഗതിക്ക് വേണ്ടി നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. ഒരു പ്രധാന അനൗൺസ്മെന്റും കൂടെ ഉണ്ട്. ഈ വരുന്ന ശനിയാഴ്ച 30-ാം തീയതി ഹിസ് ഹോളിനസ് രാധനാ സ്വാമി മഹാരാജിന്റെ വ്യാസപൂജയാണ്. നമ്മുടെ വ്രജസേവ പ്രഭു അല്ലെങ്കിൽ വൈശാഖ് പ്രഭുവിന്റെ ആത്മീയ ഗുരുവാണ് രാധനാ സ്വാമി മഹാരാജ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യാസപൂജയാണ് വരുന്നത്. വ്യാസപൂജ എന്നിപ്പോ കുറെ വ്യാസപൂജ ആയതുകൊണ്ട് വ്യാസപൂജ എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആത്മീയ ഗുരുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് എല്ലാം ആ ഒരു വ്രജസേവപ്രഭു എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും സേവനം ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരെയും ക്ലാസ്സിന് വിളിക്കുന്നുണ്ട്, എല്ലാം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളോടൊക്കെ ഇടപഴകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിന്റെ സ്വാധീനം കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു ആത്മീയ ഗുരുവിനെ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഒരു അവസരമാണ്. അപ്പം ശനിയാഴ്ച എല്ലാവരും നേരത്തെ വരിക. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും ക്ഷേത്രത്തിൽ വരിക. നമുക്ക് ഒരുപാട് സേവനങ്ങൾ ഉണ്ടാവും. ടെമ്പിൾ ഹാളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം, അതുണ്ടാവും. എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് നമുക്ക് വരാം. വെള്ളിയാഴ്ച വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പിൾ ഹാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യും, ആൾട്ടാറൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. നമ്മുടെ സുഹൃത്ത് ഗോപാൽ പ്രഭുവാണ് ഇൻചാർജ്. പ്രഭു ഉണ്ടാവുക ആൾട്ടാറ് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പാർട്ടാകാം. പിന്നെ ശനിയാഴ്ച ഒരു 3 മണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വരും. ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ നേരത്തെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഫെസ്റ്റിവൽ ടൈമിൽ വരുന്നതിനെക്കാളും വന്നു കഴിഞ്ഞാൽ നമുക്ക് സേവനം ചെയ്യും. ഫെസ്റ്റിവൽ ടൈമിൽ വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് സേവനം ഒന്നും കിട്ടത്തില്ല. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും, പ്രസാദം കഴിയും. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം. വൈകിട്ട് 5 മണിക്ക് തൊട്ട് ഗ്ലോറിഫിക്കേഷൻ തുടങ്ങും. മഹാരാജിന്റെ ശിഷ്യന്മാരായിരിക്കും ആദ്യം മഹാരാജിനെ കുറിച്ച് അവർക്ക് ഉണ്ടായ നല്ല അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്നത്. അതിനുശേഷം നമുക്കും മുതിർന്ന ഭക്തന്മാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അത് ഏകദേശം ഒരു 8 മണി വരെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ആരതികളൊക്കെ ഉണ്ടാവും. അതിന് 8 മണി വരെ പോകും.
8 മണിക്ക് ശേഷം ഗുരുവാരതിയൊക്കെ ഉണ്ടാവും. 8-9 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. പ്രസാദം ഫീസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു നല്ലൊരു അനുഭവമായിരിക്കും. നമ്മൾ ഭഗവാന്റെ ഇതിനൊക്കെ നമ്മൾ വരും. പക്ഷെ ഭക്തന്മാരുടെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും. നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് നൈർമല്യം നേടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു യാത്രകൾ ആ ഒരു ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരിക, ഫുൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഇത് നമുക്ക് മൃഗസേവ പ്രഭുവിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സേവനം കൂടെയാണ്. അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് സേവനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഗുരുവിനെ മാക്സിമം ഗ്ലോറിഫൈ ചെയ്യുക, അദ്ദേഹത്തിന് പ്രകീർത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു സേവനമാണ്. എല്ലാവരും അതിൽ പൂർണ്ണ രീതിയിൽ പങ്കെടുക്കുക. പ്രസാദങ്ങൾ ഉണ്ടാക്കാനും എല്ലാവർക്കും നിവേദ്യം കൊണ്ടുവരാം. നിവേദ്യം നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ വീട്ടിലെ വിഗ്രഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ നിവേദിച്ചിട്ട് തുളസി വെച്ച് നിവേദിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു 6 മണിയൊക്കെ മുമ്പ്, എന്തായാലും 3 മണിക്ക് വരുമല്ലോ, അപ്പൊ നേരത്തെ കൊണ്ടുവരാം. നേരത്തെ കൊണ്ടുവരാം. നമ്മളതൊക്കെ വെച്ച് മഹാരാജന് കൊടുക്കും. മഹാരാജന് കൊടുത്തതിന് ശേഷം അതെല്ലാവർക്കും നമ്മളത് നമ്മുടെ ഹൃദയത്തിലൊരു സെൽഫിഷ്നെസ്സും പോകും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിശേഷപ്പെട്ട ഒരു ഐറ്റം ആയിരിക്കും ഉണ്ടായിക്കൊണ്ടുവരുന്നത്. അത് മഹാരാജിനെ വെച്ചിട്ട് അത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. നമ്മളൊരെണ്ണം ഉണ്ടാക്കി നമുക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ട് നമ്മൾ പലതും ഉണ്ടാക്കും. പക്ഷെ ടെമ്പിളിലേക്ക് വേണ്ടി നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും കിട്ടും. ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ആ സെൽഫിഷ്നെസ്സും പോകും. അപ്പൊ പല രീതിയിലും ഇതേപോലത്തുള്ള ഫെസ്റ്റിവൽ വളരെ നല്ലതാണ്. എല്ലാവരും പ്രസാദം ഉണ്ടാക്കി ശനിയാഴ്ച ഈ വരുന്ന 30-ാം തീയതി എല്ലാവരും മറക്കാതെ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിട്ട്